ഈശ്വരസന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. കർക്കിടക മാസം എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു മാസമാണ്. പഞ്ഞ കർക്കിടകം എന്നാണ് കർക്കിടക മാസത്തെ പൊതുവെ പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും അല്പം പ്രശ്നമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയ്ക്കും ഉഴിച്ചിലിനും പറ്റിയ മാസമാണ് കർക്കിടക മാസം. രാമായണ മാസം എന്ന പേരും കർക്കിടക മാസത്തിനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാമായണ പാരായണം ഈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. കർക്കിടക സംക്രാന്തിയിലെ വീടെല്ലാം അടിച്ച് തളിച്ച് വൃത്തിയാക്കുകയും ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കി ശ്രീപാർവതിയെ കുടിയിരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളും വ്രതാനുഷ്ഠാനങ്ങളും ഉണ്ടാവുന്നു. ഈ മാസത്തിലെ ദിവസവും രാമായണ പാരായണം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് നിങ്ങളിൽ ആത്മീയവും മാനസികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. അവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർക്കിടക മാസം 1-ാം തീയതി അതിരാവിലെ കുളിച്ച് വൃത്തിയായി വിളക്ക് കൊളുത്തിയ ശേഷം അഷ്ടമംഗല്യത്തട്ടും വെച്ച് സീതാസമേതനായി പട്ടാഭിഷേക സമയത്തുള്ള ശ്രീരാമൻ്റെ ചിത്രത്തിന് മുന്നിലിരുന്ന് വേണം രാമായണം വായിക്കാൻ. വിശുദ്ധ ഗ്രന്ഥം രാവിലെ വായിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖീകരിച്ചും വൈകുന്നേരം പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്കോട്ടും തിരിഞ്ഞ് ഇരുന്ന് വേണം പാരായണം ചെയ്യുന്നതിന്. കാലുകൾ രണ്ടും ക്രോസ് ലെഗ് പൊസിഷനിൽ ഇരുന്ന് വേണം രാമായണം വായിക്കാൻ. രാമായണ മാസത്തിൽ ദശപുഷ്പം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കർക്കിടക മാസം തുടങ്ങുമ്പോൾ തന്നെ തട്ടിൽ ദശപുഷ്പങ്ങൾ വെച്ച് വിളക്ക് കൊളുത്തുന്നതിന് ശ്രദ്ധിക്കുക. ദശപുഷ്പങ്ങൾ വെക്കുന്നത് ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു. ദശപുഷ്പം പൂക്കുന്ന ഓരോ ചെടി വ്യത്യസ്തമായ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതിനാലാണിത്. ദശപുഷ്പം ധരിക്കുന്നതും ശുഭകരമായി കണക്കാക്കുന്ന മാസമാണിത്. അതുകൊണ്ട് തന്നെ ദശപുഷ്പത്തിന് കർക്കിടക മാസത്തിലുള്ള പ്രാധാന്യം നിസ്സാരമല്ല. ശ്രീരാമ പട്ടാഭിഷേക സമയത്തുള്ള ചിത്രത്തിനാണ് ഈ സമയം പ്രാധാന്യം നൽകേണ്ടത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. മാത്രമല്ല, ഈ ചിത്രത്തിൽ ശ്രീരാമൻ, സീത, ഹനുമാൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, വസിഷ്ഠൻ, ഗണപതി, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മാവ്, നാരദൻ എന്നിങ്ങനെ 11 ദേവതകൾ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും നേട്ടവും മോക്ഷപ്രാപ്തിയും നൽകും. രാവിലെയും വൈകുന്നേരവും രാമായണം വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സ്ഥിരമായി രാമായണം വായിക്കുന്നത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ഇതുകൂടാതെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് മുക്തി, ഭയമില്ലാത്ത അവസ്ഥ, ഭർത്താവിൻ്റെ ആയുരാരോഗ്യം, സാമ്പത്തിക നേട്ടം, മുജ്ജന്മ പാപങ്ങളിൽ നിന്ന് മോചനം, ദീർഘായുസ്, സമൂഹത്തിൽ പ്രശസ്തിയും ബഹുമാനവും ഉണ്ടാകുന്നത്, മരണശേഷം മഹാവിഷ്ണുവിനോടൊപ്പം സ്വർഗത്തിലുള്ള സ്ഥാനം, കഠിനാധ്വാനത്തിന് ഫലം എന്നിവയാണ് ഈ മാസം രാമായണം വായിക്കുന്നത് മൂലം ഉണ്ടാകുന്ന നേട്ടങ്ങൾ. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്